ചേച്ചി ഇതിങ്ങനെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഷൂട്ട് എടുക്കണ്ട നമുക്ക് എല്ലാം റെഡി ആയിട്ട് എടി ഞാൻ ഈ ബ്ലൗസിന്റെ ഭംഗി കണ്ടിട്ടേ അത് ഇടണേക്കാളും മുന്നേ അത് നോക്കിയിരുന്നതാ. ഇത് നിനക്ക് എവിടെയെങ്കിലും കണ്ട് നല്ല പരിചയം ഉണ്ടാവും? ഇല്ലല്ലോ. ഇത് നമ്മുടെ ആരതിപ്പൊടി റോബിന്റെ കല്യാണത്തിന് ആരതി ഉടുത്ത സാരിയുടെ 2 ലുക്കാണ്. ഫസ്റ്റ് സാരിയുടെയും സെക്കൻഡ് സാരിയുടെയും ലുക്കാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യം അത് ആരുടെ ആയിക്കോട്ടെ എനിക്ക് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം. കാരണം അതിൽ ഫോട്ടോ കണ്ടിട്ട് അതിൽ ഓരോ വർക്കും അതുപോലെ മാച്ചിങ് ആയിട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ആളുകൾക്ക് പറ്റുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്കും ഇപ്പൊ നീ ചെയ്യുന്ന ഒരു കാര്യം നിനക്കേ അറിയണ്ടാവുള്ളൂ എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. അത് എനിക്ക് അറിയണ്ടാവില്ല. എനിക്കത് നോക്കി കണ്ട് ചെയ്യുമ്പോൾ കുറെ പോരായ്മകൾ വരും. എങ്കിൽ പോലും അതെല്ലാം നമ്മൾ മാറ്റി നിർത്തി ചെയ്യാൻ ട്രൈ ചെയ്യും. എക്സ്പെഷ്യലി എനിക്ക് ആരതിപ്പൊടിയുടെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനാണ് റീക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു റെഫറൻസ് എടുത്ത് ചെയ്യുന്ന സമയത്തോ റീക്രിയേറ്റ് ചെയ്യുന്ന സമയത്തോ ടെൻഷൻ ഭയങ്കരമാണ്. കാരണം അവള് ഹെവി ഹാൻഡ് വർക്കാ. അതിന്റെ ടൈം ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അവളുടെ എൻഗേജ്മെന്റ് ഡ്രസ്സ് ചെയ്തായിരുന്നു. എനിക്കറിയാം അത് എത്ര അവേഴ്സ് എടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഞാനൊരു 340 അങ്ങാണ്ട് അവേഴ്സ് എടുത്തിട്ടാണ് ആ ഒരു ബ്ലൗസും സ്കേർട്ടും ഞാൻ ഫിനിഷ് ചെയ്തത്. അതേപോലെ തന്നെ ഇതിനും നല്ല ടൈം എടുത്തിട്ടുണ്ട്. പക്ഷെ ആരതിപ്പൊടി നീ ഭയങ്കര മിടിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് രസം ഓരോ വർക്കും കാണാൻ, എന്ത് രസമായിട്ടെല്ലാം ചെയ്യുന്നത്. അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ആ ലുക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ.